നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെള്ളറട കിളിയൂരിൽ അച്ഛനെ മകൻ കൊലപ്പെടുത്തിയ കേസിൽ വൻ വഴിത്തിരിവാകുന്ന വെളിപ്പെടുത്തലാണ് അമ്മ സുഷമ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ജോസിനെ മകൻ പ്രജിൻ കൊലപ്പെടുത്തിയത് ബ്ലാക്ക് മാജിക് പ്രേരണയാലെന്ന സംശയമാണ് അമ്മ ഉന്നയിക്കുന്നത്. മകൻ നിഗൂഢ ജീവിതമാണ് നയിച്ചതെന്നാണ് കൊല്ലപ്പെട്ട ജോസിന്റെ ഭാര്യ സുഷമ വെളിപ്പെടുത്തുന്നത്. മകന്റെ സ്വഭാവം കാരണം ഭയപ്പാടോടെയാണ് കഴിഞ്ഞതെന്നും അവർ പറയുന്നുണ്ട്. നല്ല നിലയിൽ മുന്നോട്ട് പോരുന്ന കുടുംബത്തിന്റെ താളം തെറ്റിയത് മകൻ കൊച്ചിയിൽ സിനിമാ പഠനത്തിന് പോയതിനു ശേഷമാണെന്നാണ് സുഷമ പറയുന്നത്. തിരികെ വീട്ടിലെത്തിയ മകനിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. എപ്പോഴും മുറിയടച്ചിരിപ്പായിരുന്നു. മുറിയിൽ നിന്നും ഓം പോലെ വൈബ്രേറ്റ് ചെയ്യുന്ന ശബ്ദം കേൾക്കുമായിരുന്നുവെന്നും സുഷമ പറയുന്നു. കഴിഞ്ഞ 7 വർഷത്തിലധികമായി ജോസും ഭാര്യ സുഷമയും മകൻ പ്രജിനെ ഭയന്നാണ് ജീവിച്ചത്. ഈ ഭയത്തിനൊടുവിലാണ് മകൻ പിതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. പ്രജിന്റെ മുറിക്കുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് അറിഞ്ഞിരുന്നില്ല. ബ്ലാക്ക് മാജിക് ആണെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. മകൻ ജയിലിൽ നിന്ന് പുറത്തു വന്നാൽ തന്നെയും കൊല്ലുമെന്ന് ജോസിന്റെ ഭാര്യ പറയുന്നു. കൊച്ചിയിൽ സിനിമാ പഠനത്തിന് പോയിരുന്നു. റൂം പൂട്ടിയിട്ടേ പുറത്തിറങ്ങൂ. അവന്റെ മുറിയിലേക്ക് കയറാൻ സമ്മതിക്കില്ല. പടിച്ചവിട്ടി എന്നായാൽ ഉടൻ അവൻ പ്രതികരിക്കും, ഭീഷണിപ്പെടുത്തും. മകൻ പുറത്തിറങ്ങിയാൽ എനിക്ക് ഭയമാണ്. അടുത്തത് ഞാനോ മകളോ ആയിരിക്കുമെന്ന് അമ്മ പറയുന്നു. അവൻ എത്ര ദേഷ്യപ്പെട്ടാലും മോനെ എന്നെ ഞങ്ങൾ രണ്ടുപേരും വിളിച്ചിട്ടുള്ളൂ. ചൈനയിലെ പഠനമെല്ലാം പൂർത്തിയാക്കി ഗ്രാജുവേഷൻ കഴിഞ്ഞു. പിന്നീട് സിനിമയുമായി ബന്ധപ്പെട്ട് പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ കോഴ്സിനായി 1.5 ലക്ഷം രൂപ കൊടുത്തു. കോഴ്സ് കഴിഞ്ഞ് വീട്ടിൽ എത്തിയപ്പോഴേക്കും സ്വഭാവത്തിൽ പല മാറ്റങ്ങളും കണ്ടു തുടങ്ങി. അതിനുശേഷം മോൻ പള്ളിയിലേക്ക് പോകാൻ വിളിച്ചാലും വരാൻ കൂട്ടാക്കിയിരുന്നില്ല. നിർബന്ധിച്ചാൽ ഞാൻ ഇനി അങ്ങോട്ടില്ല എന്ന് തീർത്തു പറയും. മുറിയിൽ നിന്ന് എപ്പോഴും ഓം എന്ന് വൈബ്രേറ്റ് ചെയ്യുന്ന അശരീരി കേൾക്കാം. ഹിന്ദുക്കളുടേതുപോലുള്ള ഒരു മാല കഴുത്തിലിട്ടിട്ടേ അവൻ പുറത്തിറങ്ങും. മുകളിലെ മുറിയിലേക്ക് പോകാനോ തുറക്കാനോ ഉള്ള അനുവാദം മോൻ തന്നിട്ടില്ല. പടി കയറുന്നത് കണ്ടാൽ തന്നെ അവൻ പ്രതികരിക്കും. വല്ലാത്ത രീതിയിലുള്ള ഭീഷണിയായിരിക്കും മുഴങ്ങുന്നത്. എന്റെ ഭർത്താവ് വെട്ടേറ്റ് കിടന്നപ്പോൾ രക്ഷപ്പെടുത്താനായി ഞാൻ ചെയ്യാത്തതായി ഇനി ഒന്നും തന്നെയില്ല. ഞാനിത് പറഞ്ഞുവെന്നറിഞ്ഞാൽ അവൻ പുറത്തിറങ്ങിയാൽ എന്നെയും മോളെയും കൊലപ്പെടുത്തും. മകനെ ഭയന്ന് കഴിയുന്ന ഒരമ്മയാണെന്ന് ആ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഈ മാസം 5-നാണ് അതിക്രൂര കൊലപാതകം നടന്നത്. വെള്ളറട സ്വദേശി ജോസിനെ മകൻ പ്രജിൻ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. കിളിയൂരിലെ ചാരുവിള വീട്ടിൽ ജോസും ഭാര്യയും പ്രജിനും ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. തൊഴിക്കൽ ജയിലിൽ ഇപ്പോൾ കഴിയുകയാണ് പ്രജിൻ. കഴിഞ്ഞ 6-7 വർഷമായി അച്ഛനെയും അമ്മയും അടിമകളാക്കി വെച്ചിരുന്ന പ്രജിന് സ്വാതന്ത്ര്യം നൽകിയിരുന്നില്ലെന്നുള്ള പോലീസിന് നൽകിയ മൊഴിയിൽ തന്നെ ഏറെ വൈരുദ്ധ്യമാണുള്ളത്. ബുധനാഴ്ചയാണ് കൊലപാതകം നടന്നത്. എന്നാൽ അതിനു മുമ്പ് തിങ്കളാഴ്ച ഇരുവരെയും കൂട്ടി തിരുവനന്തപുരത്തെ ഒരു മനോരോഗ വിദഗ്ധന്റെ ക്ലിനിക്കിലേക്ക് പ്രജിൻ പോയിരുന്നു. മുൻകൂട്ടി തനിക്ക് മനോരോഗമുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പ്രതി നടത്തി. എന്നാൽ പ്രജിന് മനോരോഗമില്ലെന്ന് പറഞ്ഞ് ഡോക്ടർ രക്ഷാകർത്താക്കൾക്കൊപ്പം തിരിച്ചയക്കുകയായിരുന്നു. ബുധനാഴ്ച മൂവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് 9 മണിയോടെ ഉറങ്ങാൻ സോഫയിൽ കിടക്കുകയായിരുന്നു ജോസ്. തിരിച്ചൊരു 9:15 അച്ഛന്റെ കയ്യിൽ നിന്ന് തന്നെ 10 രൂപ വാങ്ങി സിഗരറ്റ് വാങ്ങി വലിച്ച ശേഷം 9:45 ഇയാൾ വീട്ടിലേക്ക് വന്ന് വെട്ടിവീഴ്ത്തിയത്. ഏറ്റവും അവസാനം ജോസിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുന്നത് സുഷമ ഏറെ മരവിപ്പോടെയാണ് കണ്ടുനിന്നത്. കൊലപാതകം നടന്ന 4-5 ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് മുറിക്കുള്ളിൽ ബ്ലാക്ക് മാസിന് സമാനമായ പലതും സുഷമ കാണുന്നത്. കൊലപാതകത്തിന് മുമ്പ് പ്രജിൻ മൊട്ടയടിച്ച ശേഷം മുടി ഈ മുറിക്കുള്ളിൽ തന്നെ സൂക്ഷിക്കുകയും ചെയ്തു. പുസ്തകങ്ങളിലൊക്കെ ബ്ലാക്ക് മാസ് നടത്തും വിധമൊക്കെ വരച്ച് സൂക്ഷിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.